എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മു വേണം. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ കൃഷ്ണകുമാർ സിന്ധുവിനെ വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇവരൊരു സിവിൽ കേസ് ആ ഫാമിലിക്കെതിരെ കൊടുത്തിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കെതിരെ. അതെന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃഷ്ണകുമാറിന് ഇവർക്ക് ഈ പ്രണയവിവാഹം ആയതുകൊണ്ട് തന്നെ തീരെ പിടിച്ചിട്ടില്ല. അപ്പോൾ അവരെ കുറച്ച് സ്വർണവും കല്യാണത്തിന് വേണ്ട ആഭരണങ്ങളൊക്കെ ഇട്ട് ഒഴിവാക്കിയിട്ട് ഇവർ രണ്ടാമത്തെ മകളായിട്ടുള്ള തന്വിയുടെ അമ്മയുടെ പേരിൽ ബാക്കിയുള്ള സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കാൻ, ഈ വീട് എന്നുള്ളത് വീട് തന്നെയാണ് പ്രധാനം, പിന്നെ മദ്രാസിൽ എന്തോ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് എഴുതി വെക്കാനുള്ള ഒരു ശ്രമം നടത്തിയതിനെതിരെ ഇവർ സിവിൽ കേസിൽ പോവുകയും പിന്നെ അന്നത്തെ ആ ഒരു സമയത്ത് അവരത് വിഡ്രോ ചെയ്യുന്നു. എന്തൊക്കെയായാലും ഈ അപ്പൂപ്പൻ ഈ അമ്മൂമ്മയുടെ കെട്ടുതാലി വിറ്റ് ഉണ്ടാക്കിയ കുറച്ച് പൈസ മാത്രമാണ് അവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ അയാൾക്ക് മദ്രാസിലുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് അയാൾ റീസെൻ്റ്ലി വിറ്റിട്ട് മരിക്കുന്നതിന് മുമ്പേ സ്വന്തം ഭാര്യയുടെ പേരിൽ FD ഇട്ടു. അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 18,000 കാര്യമാണ് ആ അമ്മ അല്ലെങ്കിൽ ആ അമ്മൂമ്മ വീഡിയോയിൽ പറയുന്നത്. ബാക്കിയുള്ള ഈ വീടും പറമ്പും ഒക്കെ തൻവിക്ക്, ഇനി ആ 35 lakhs കമ്പനിയായിട്ടും തൻവിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചരട് വലിച്ചിട്ടുള്ളത് ഈ അമ്മൂമ്മ എന്നുള്ള നിലയ്ക്കാണ്. അമ്മൂമ്മയോട് ഇവർക്കുള്ള ദേഷ്യം, അമ്മൂമ്മ ആ ഒരു ദേഷ്യം ഇവർ അവഗണിച്ച് തുടങ്ങിയ ഒരു 3 വർഷമായിട്ട് ഈ സ്വത്തിൻ്റെ പേരിലൊക്കെ ഒരു കണക്കും അതൊക്കെ ഫൈനലൈസിങ് വന്ന ശേഷം സിന്ധുകൃഷ്ണ കുറച്ചൊക്കെ അമ്മയോട് റൂഡായിട്ട് പെരുമാറാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അവർ തീർച്ചയായിട്ടും ഈ അമ്മ തിരിച്ചും അവരോട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇനി ഈ അമ്മയ്ക്ക് കുറച്ച് വസ്ത്രമെടുത്ത ഒരു പിച്ചക്കണക്ക് ഒരു മകള് പറയുന്നുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കേൾക്കാം. സാരിയിൽ നിന്ന് വാർഡ്രോബ് ചേഞ്ച് ചെയ്ത് സെൽവാറിലോട്ട് മാറിയത് 2021 കോവിഡ് തുടങ്ങി വാക്സിനേഷൻ്റെ സീസണിൽ. ഒരു ദിവസം വാക്സിനേഷൻ എടുക്കാൻ പറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കുളിച്ച്, പണ്ടത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന കുളിച്ച് ഫുൾ ഡ്രസ്സൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുപോലെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടാൻ സാരി ഇട്ട വന്നേ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ സാരിയും ബ്ലൗസും ഒക്കെ കഴുകായിട്ടപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ടോട് പോകാൻ ഡ്രസ്സില്ല. കാരണം എൻ്റെ ബ്ലൗസ് ഒന്നും അങ്ങനെ പുള്ളിക്കാരിക്ക് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ ഞാനൊരു സെൽവാർ എടുത്തു കൊടുത്തു. അതിന് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബെസ്റ്റായിട്ടൊക്കെ വാങ്ങിക്കുന്ന പോലെ സെൽവാറും ലെഗിൻസും ദുപ്പട്ടയും കൊടുത്തു. അപ്പോൾ അതിട്ടപ്പോൾ പുള്ളിക്കാരി കാണാൻ നല്ല നീറ്റായിരുന്നു. എല്ലാവരും ഭയങ്കര കൊള്ളാലോ, അമ്മൂമ്മയെ കാണാൻ നല്ല രസമുണ്ട്, സാരി കൊടുക്കുന്നതിനേക്കാൾ നല്ല രസമുണ്ട്, ചെറുപ്പമായിട്ടിരിക്കുന്നു. കുറച്ച് ബാക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി എപ്പോഴും ബെൽറ്റ് കിട്ടും. അപ്പൊ സെൽവാറിന്റെ കൂടെ ഇപ്പൊ ബെൽറ്റൊക്കെ കെട്ടുമ്പോൾ നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. സാരിയുടെ കൂടെ ബെൽറ്റൊക്കെ കെട്ടുമ്പോൾ അതിങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വളരെ ഹാപ്പി ആയിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് സെൽവാർ മേടിച്ചുകൂടും, അമ്മയ്ക്ക് സെൽവാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ വാർഡ്രോബ് ഫിൽ ചെയ്യാൻ തുടങ്ങി സെൽവാസ് കളർ. ഇനി എന്തുകൊണ്ട് ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഇവരിങ്ങനെ ഒരു തൻവിക്ക് എല്ലാം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഇവരൊരു കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം, അപ്പൂപ്പൻ സ്വയം ആർജിച്ച സ്വത്താണ്. അമ്മൂമ്മയുടെ കെട്ടുതാലി വിറ്റ് അയാൾ ഗൾഫിൽ പോയി അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ഈ സ്ഥലമായിട്ടും വീടായിട്ടും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് മരണപത്രം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് കേസ് അല്ലെങ്കിൽ സിവിൽ കേസ് ആയിട്ട് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ആ മദ്രാസിലെ സ്ഥലത്തിൻ്റെ അവകാശമെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അച്ഛനെ നോക്കുന്നതും അച്ഛനെ കൊണ്ടുവരുന്നതും ഒക്കെ. ഇനി ഇവർ യൂട്യൂബിലേക്ക് വന്നിട്ട് ആകെ 2021-22 ആ ഒരു കാലഘട്ടമേ ആയിട്ടുള്ളൂ. ആ യൂട്യൂബിലേക്ക് വന്നിട്ടാണ് ഇവർ ഒരുപാട് ഇൻകം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ 4 പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷണലായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ട് യാതൊരു വക ക്വാളിഫിക്കേഷനും ഇല്ല. ഒന്നുമില്ലെങ്കിൽ +2, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ ഇവരൊക്കെ ഈ ഡിജിറ്റൽ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടതിൻ്റെ ഒരു കാരണമുണ്ട്. ഏറ്റവും അത്യാകർഷകമായിട്ടുള്ള ഒരു ഇൻകം. സാധാരണ ഒരാൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കാനായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെ പുറകെ തൂങ്ങണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് ചെയ്തിട്ടാലും ഒടുക്കത്തെ വ്യൂ ആണ്. സിന്ധു കൃഷ്ണകുമാർ, അഹാന, ഈഷാരി, ഹൻസിക. ഈ ഹൻസിയൊക്കെ എന്ന് പറയുന്നത് ഏജിൽ വളരെ കുറവാണ്. ആ കുട്ടി തന്നെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷമായി. ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഓരോ ചാനൽ തുടങ്ങി കൊടുത്തതോടുകൂടി ഇനി ഇവർക്ക് വേറെ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ആവശ്യമില്ല. കാരണം പ്രതിമാസം ഇപ്പോൾ ഒരു വീഡിയോ 1 മില്യൺ പോയി കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മില്യൺ, 2 മില്യൺ, 3 മില്യൺ, 4 മില്യൺ ഇങ്ങനെ പോവാണ്. ഒരു 30 മിനിറ്റുള്ളവരുടെ ഒരു ഹോം ടൂറ് ഇങ്ങനെ നീട്ടി വലിച്ചഴച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നമ്മളൊരു 1 മില്യൺ ആളുകളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഏകദേശം ഒരു 15 ലക്ഷം രൂപ മാസം ആ ഒരൊറ്റ വീഡിയോ ഒന്ന് വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള വീഡിയോകളൊക്കെ ആ മാസം അങ്ങനെ 10-29 ദിവസം കിടക്കല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും വരുമാനം ഒരു ചെറുപ്പം ഒരു 20-21 വയസ്സായ ഹൻസിയെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിത്തുടങ്ങിയ പിന്നെ അവരങ്ങനെ ഒരു അക്കാഡമിക് കരിയറിനെ പറ്റി അങ്ങനെ ചിന്തിക്കുകയില്ല. അവരൊരു ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുകയും അതിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ കുട്ടികളുടെ ഒരു എന്താ പറയുക, ഒരു ഹെഡ് വെയിറ്റ് കണ്ടിട്ടുണ്ട്. അവരുടെ പുറകെ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റലായിട്ട് നമ്മളിങ്ങനെ ചാർജ് ചെയ്ത് ഇവരുടെ ഹോം ടൂറൊക്കെ കണ്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലൈഫ് 0 ആണ്.
അതില്ലാതെ ഇവർക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. അവരുടെ അച്ഛൻ ഒരു 1-2 സിനിമകൾ അഭിനയിച്ചുകൊണ്ടോ ഒത്തിരി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല അവരുടെ ഫാമിലി. പഹാന പറയുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ബ്ലഡി റിച്ച് ആണെന്ന് പറയുമെന്ന് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. കാരണം ഈ അമ്മൂമ്മ ഇങ്ങനെ കരയുന്നതൊക്കെ കാണുമ്പോൾ ദേ ആർ ബ്ലഡി റിച്ച്. ഇങ്ങനെ ബ്ലഡി റിച്ച് ആവാനായിട്ട് അവരെ സഹായിച്ചത് ഈ ഓൺലൈൻ ഇതാണ്, മീഡിയയാണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് അവർ ബ്ലഡി റിച്ച് ആയത്. അല്ലാതെ അവർ നേരിട്ട് അപ്പൂപ്പന് എത്ര സ്വത്തുണ്ട്, അച്ഛന് എത്ര സ്വത്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുന്തുമില്ല. ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ അവർ നിലത്തൊക്കെ സാധാരണ പെൺകുട്ടികളെ പോലെ നടന്നേനെ. ഇതിങ്ങനെ ബ്ലഡി റിച്ച് എന്നൊക്കെ പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കിയത് ഈ ഡിജിറ്റൽ ലോകം തന്നെയാണ്. അതാ പറഞ്ഞത്, സാധാരണക്കാരുടെ വീഡിയോയ്ക്ക് ഒരു വ്യൂ ഇല്ല. ഇവരൊക്കെ ഈ വെറുതെ ഒരു റംബൂട്ടൻ തിന്നുന്നത് കണ്ടാൽ തന്നെ അതന്നെ ഒരു 2 മണിക്കൂർ റംബൂട്ടൻ കൊണ്ടുപോയി അതിങ്ങനെ പറിച്ചു, അതിങ്ങനെ തൊലി പൊളിച്ചു, ലിപ്റ്റിക്കുള്ള ചുണ്ടൊക്കെ ഒന്ന് ക്ലോസപ്പ് ചെയ്ത് അതിങ്ങനെ കടിക്കുന്ന ഭാഗം അവരുടെ ആ ഒരു എക്സ്പ്രഷൻ എന്തല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാ. യാതൊരു പണിയെടുക്കണ്ട. ഒരു 10-15 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപയൊക്കെ ഒരു മന്ത്ലി വരുമാനം ഉണ്ടായ മനുഷ്യന് ജീവിക്കാൻ എത്ര കൊണ്ട് വേണം. അപ്പോൾ ബാക്കിയുള്ളത് സേവ് ചെയ്യും. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ സേവിങ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ ബാങ്കിൽ കൂടുമ്പോൾ വി ആർ ബ്ലഡി റിച്ച് എന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ ഉണ്ടാവുകയാണ്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നമ്മളുടെ അഹാനയുടെ ഒരു വീഡിയോ ഉണ്ട്. ഇനി ആ അമ്മുമ്മയോടും ആ നീസിനോടും, അതായത് കസിൻ സിസ്റ്ററിനോടും ഞങ്ങൾക്ക് വലിയ ടച്ച് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് കാണാം. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മുമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മുമ്മയുടെ തൻവി എവിടെ, അമ്മുമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു മനുഷ്യരുടെ കാര്യമാണ്. എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമോ എന്ന് അറിയുന്നത് ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പാരമ്പര്യമായിട്ട് അച്ഛൻ ആനപ്പുറത്ത് എറിയ താഴ്മ്പോൾ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള പൈസയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് വളർന്നതുകൊണ്ടും ജനിച്ചതുകൊണ്ടൊക്കെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരുണ്ടാക്കുന്ന വരുമാനം അത് അവരെ ശരിക്കും റിച്ചാക്കി എന്ന് പറയുന്നതിൽ യാതൊരു. ഈ സിന്ധു കൃഷ്ണയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ നിന്ന് ചെറിയൊരു ഇൻകം അല്ലാതെ അവർക്ക് വേറെ വരുമാനമില്ല. വല്ലപ്പോഴും കൃഷ്ണകുമാറിന് കിട്ടുന്ന ഒരു പടം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവരെ ഒന്ന് മുക്തയാവാനായിട്ടാണ് ഇങ്ങനൊരു നോക്കട്ടെ, ഒന്ന് യൂട്യൂബിൽ തുടങ്ങി നോക്കട്ടെ. അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവർക്ക് മന്ത്ലി നല്ലൊരു ഇൻകം വന്നു തുടങ്ങി. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി വളരെ സെറ്റപ്പായി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനം. എന്നിട്ടും അവർ ഈ പാരൻസിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി, വി ആർ ബ്ലഡി റിച്ച് എന്ന് മക്കൾ സമ്മതിക്കുമ്പോൾ തന്നെ പിന്നെ എന്തിനാണ് ഈ ഇച്ചിപ്പച്ചി അച്ഛൻ്റെ പേരിലൊരു 1-2 സെൻറ്റ് സ്ഥലം മദ്രാസിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ തറവാട് വീടും കുറച്ച് പറമ്പ് നമ്മൾക്ക് ഇഷ്ടം പോലെയുണ്ട്. മക്കളും പഠിപ്പിച്ചില്ലെങ്കിലും അവരുടെ കരിയർ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവർ ഡിജിറ്റലിലൂടെ തന്നെ ജീവിക്കുന്നുണ്ട്, മാലയുടെ ബിസിനസ് നടത്തുന്നുണ്ട്. അങ്ങനെ നന്നായി പോകുമ്പോൾ നമ്മൾ നന്നായി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പാരൻസിന് നല്ല ചികിത്സ കൊടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഒന്നും മിണ്ടാതെ ഈ സമൂഹത്തിനെ ഇച്ചിപ്പോന്ന് പറയിപ്പിക്കാതെ നോക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഏതെങ്കിലും ഒരു അമ്മ ശരിക്കും വളർന്ന് ആ കുട്ടിയുടെ ഇപ്പോൾ തൻവിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു അമ്മയുടെ സാന്നിധ്യം പോലും അവരുടെ ജീവിതത്തിൽ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കാനുള്ളൊരു നന്മ അമ്മയ്ക്കും ഇല്ല, മക്കൾക്കും ഇല്ല. എന്നിട്ടാണ് ഈ കിടന്നിട്ട് ഇങ്ങനെ ഈ സ്വത്തിന് വേണ്ടിയിട്ട് ഈ അച്ഛനെ അമ്മ തല്ലുന്നൊരു വീഡിയോ ഉണ്ട്. ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിനെയാണ് അത് കാണിക്കുന്നത്. വയസ്സായ 2 ആത്മാക്കളെ ഒരു വലിയ വീടിൻ്റെ ഉള്ളിൽ തള്ളിയിട്ട് നിങ്ങൾ അവർക്കെല്ലാം സ്വത്ത് കൊടുത്തേ, അവിടുന്ന് അച്ഛനെ മാത്രം പിടിച്ചു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, വീണ്ടും തിരിച്ചു തള്ളുന്നു. അച്ഛനൊരു പേരയ്ക്ക, അച്ഛനൊരു ഓറഞ്ച്, അച്ഛനൊരു ആപ്പിൾ എന്ന പദ്ധതി ആര് നടപ്പാക്കുന്നു? അമ്മു. ആ അമ്മു പദ്ധതി എല്ലാ വീട്ടിലും വേണമെന്ന് ആ അമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് അന്ന് കേൾക്കാം. ആൻഡ് ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല, എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മു വേണം. ഗ്രാൻഡ് പാരൻസിൽ അച്ചാച്ചന് മാത്രം ഒരാപ്പിള്, ഒരു മുന്തിരി, ഒരു ഓറഞ്ച് എന്നുള്ള നിലയിലും ആ അമ്മൂമ്മയ്ക്ക് അത് കൊടുക്കരുത് എന്ന് നമ്മുടെ ഹോം നേഴ്സിനോട് വളരെ കർശനമായിട്ട് നടപ്പിലാക്കുന്ന ആ അമ്മു പദ്ധതി ഇനി എല്ലാ വീട്ടിലും വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ വേഡിങ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ മെഴുകുന്നുണ്ട്. അടുത്തതായിട്ട് അവരുടെ വേഡിങ്സ് കാണിക്കുന്നുണ്ടല്ലേ, അത് അവരുടെ തന്നെ വേഡിങ്സാണ്. അപ്പോൾ അത്ര വലിയ ഗ്ലോറിഫൈ ചെയ്ത് അവർ ആ മൂത്ത മകളേനെ അവരുടെ കൂടെ നിർത്തി അപ്പോൾ ഗ്രാൻഡ് പാരൻസിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പർപ്പസ്ഫുള്ളി ആ ഗ്രാൻഡ് പാരൻറ്റിനോട് പെരുമാറിയതല്ല. അത് ആ അമ്മയുടെ അതിൻ്റെ പിന്നിൽ ആ അമ്മ ചെയ്യിപ്പിച്ച കുറച്ച് കാര്യം. മറ്റ് 3 പെൺകുട്ടികളെ അതിന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവരുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് ഈ മൂത്ത
കുട്ടിയാണ്. ആ മൂത്ത കുട്ടിയെ ഇവർ സൊസൈറ്റിയിൽ തന്നെ ഒരു വെറുപ്പിക്കുന്ന ഒരു എലമെൻ്റാക്കി മാറ്റാൻ കാരണം ഈ വയസ്സായവർ കാര്യം അവർ പല വൃത്തികേടും പറയും. എത്രയോ പ്രശ്നങ്ങളുണ്ട് വയസ്സായവർ പല വീടുകളിലും ഉണ്ട്. സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോലും അമ്മ വയസ്സായതല്ല അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വെക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ അമ്മ പല വൃത്തികേടും പറയുന്നിടത്തൊക്കെ അവർ പോട്ടെ പോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ഹസ്ബൻഡിനെ തല്ലുന്ന വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു റാൻഡം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഷെയർ ചെയ്തിട്ട് ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യേ. ഇതാരാണ്? ഇവരുടെ അമ്മയും അച്ഛനുമാണ്. ആ അമ്മ ആ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് സ്വന്തം ഭർത്താവിനെ അവർ തല്ലിപ്പോകുന്നത്. എന്ത് ക്രൂരാണ് അല്ലേ? വയ്യാത്തൊരു ഭർത്താവും അവരും ഉൾപ്പെടെയുള്ള ഒരു ആകെ 2 അംഗ സംഖ്യ, അതിൽ ഏതോ ഒരു ബന്ധവും പരിചയവും ഇല്ലാത്തൊരു ഹോം നേഴ്സ്. അവർക്കൊരു പേടി തോന്നും അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഏറ്റവും ഫിസിക്കലായിട്ട് പീഡിപ്പിക്കാൻ പോലെയുള്ള അവസരങ്ങൾ പോലും ഉണ്ട്. ഇന്ന് നമുക്ക് ആരുടെയും ഹിസ്റ്ററി പറയാൻ പറ്റില്ലല്ലോ. വയസ്സായ സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ അതിന് എക്സെപ്ഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അച്ഛനെയും അമ്മേനെയും പട്ടികളെ പോലെ ഒരു വീട്ടിലാക്കിയിട്ട് അതിലേക്ക് ഒരു ഹോം നേഴ്സ്, അതല്ലെങ്കിൽ ഒരു ആയ, അതല്ലെങ്കിൽ ഒരു മെയ്ഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ CCTV ഇങ്ങനെ അങ്ങനെ അവിടെ എന്തുണ്ടാവുന്നു? വല്ലവരും ചാവുന്നുണ്ടോ? അച്ഛൻ ചാവുന്നുണ്ടോ? അതോ അമ്മ അച്ഛനെ കൊല്ലുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇവർ CCTV ഫുട്ടേജൊക്കെ പുറത്ത് വിടുന്നതിൽ ഇവരൊന്നും കൂടി നാണം കെടുക എന്നല്ലാണ്ട് ഇതിൽ എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.